ഹായ് നമസ്കാരം. വളരെ സുളുവിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാസാക്കിയെടുത്ത തോല ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻഡ്മെന്റ് നമ്മുടെ ജീവിതത്തെ തുലയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമനിർമ്മാണത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്തായാലും അരിച്ചരിച്ച് ചില വാർത്തകൾ കൂടി ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. മാറി നിന്നിരുന്ന മാധ്യമങ്ങൾ വൈമുഖ്യത്തോടെയാണെങ്കിലും ഈ തോലയുടെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അല്പം വിമിഷ്ടത്തോടെയാണെങ്കിലും വാർത്ത കൊടുക്കാൻ രംഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ പിടിച്ചതിനേക്കാളും വലുതാണ് മാളത്തിലുള്ളത്. നിർമ്മല സീതാരാമൻ തന്നെ ഇന്നലെ ന്യായീകരണമായി രംഗത്ത് വന്നു. ഇത് ചെറിയ ഇടപാടുകൾക്കൊന്നും ഇല്ല, ഇത് വലിയ ഇടപാടുകൾക്കാണ്, അതും കച്ചവടക്കാരുടെ ഇത്ര 1.5 കോടി ട്രാൻസാക്ഷൻ്റെ അപ്പുറത്ത് മാത്രമേ ഇത് ഉണ്ടാവൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇത് നിഷ്കളങ്കമായി വന്നതല്ല. നമ്മളെ മൃഗീയമായി കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്ന നിയമനിർമ്മാണം എന്നുള്ളത് ഇത് നിർമ്മല സീതാരാമൻ്റെയോ നരേന്ദ്രമോദിയുടെയോ തലയിലുദിച്ച ആശയമല്ല. ഇത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ തലയിലുദിച്ച ആശയമാണ്. എന്താ കാരണം? ഇന്ത്യ UPI ഇടപാടുകൾക്ക് മേൽ ചാർജ് ചുമത്തണമെന്നുള്ള ഔദ്യോഗികമായ ആവശ്യം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നത് മറ്റാരുമല്ല, ഡൊണാൾഡ് ട്രംപാണ്, അമേരിക്കയാണ്. എന്താ കാരണം? 2 കാരണമുണ്ട്. എന്തു വെച്ചാൽ, ഒന്ന്, നമ്മുടെ UPI ഇടപാടുകളുടെ വിസ്തൃതി, വ്യാപ്തി എന്ന് പറയുന്നത് സ്വർണ്ണക്കനിയാണ്. 2, ഈ സ്വർണ്ണക്കനിയിലെ കളിക്കാരെന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനികളാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ലളിതമായിട്ട് അതിൻ്റെ സ്ഥിതിവിവരക്കണക്കുകൾ പറയാം. UPI, ഈ UPIയിൽ എത്ര പേരാ ഉള്ളതെന്നറിയോ? ഇപ്പോൾ 55 കോടി ജനങ്ങൾ. അമേരിക്കയുടെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് 34 കോടി മാത്രമാണ്. 2 അമേരിക്ക കൂടുന്നതാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതേതെങ്കിലും അമേരിക്കക്കാരുണ്ടാക്കിയതാണോ? അല്ല. റിസർവ് ബാങ്കും നമ്മുടെ ബാങ്കുകളും നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം കൂടി കൈകോർത്ത് 60-65 സ്ഥാപനങ്ങൾ കൈകോർത്ത് ഉണ്ടാക്കിയതാണ് ഈ UPI എന്നുള്ളത്. അത് നോൺ പ്രോഫിറ്റ് ആയിരിക്കണം എന്നുള്ള ഒരു തീരുമാനവും ആദ്യമുണ്ടായിരുന്നു. ഇവരെന്താ ചെയ്തത്? ഈ ഒരു UPI സംവിധാനത്തിലേക്ക് ഇവർ ചില ആപ്പുകളുമായി രംഗത്ത് വന്നു. ഇനി 54 കോടി എന്ന് പറയുമ്പോൾ ഓരോ വർഷവും 10, 20, 30% വർധനമാണ്. ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ജനസംഖ്യ തന്നെ കവർ ചെയ്യപ്പെടും. ഇനി ഇതിൻ്റെ വോളിയം എത്രയാണ്? ഇതിൻ്റെ ഇടപാടുകളുടെ വോളിയം ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തന്നെ കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് പുറത്തുവിട്ടൊരു കണക്കുണ്ട്. ഞെട്ടിപ്പിക്കും. നമ്മുടെയൊന്നും തലയിലേക്ക് കയറുന്ന കണക്കുകളല്ലാതെ. എന്താ കാരണം? മൊത്തം UPI ഇടപാടുകൾ എന്ന് പറയുന്നത്, അതായത് ഒരു വർഷത്തെ 24,000 അല്ലെങ്കിൽ 25,000 കോടി. 25,000 കോടി. ഇനി ഒരു വർഷം ഇതിലൂടെ ട്രാൻസാക്ട് ചെയ്യപ്പെട്ട, വിനിമയം ചെയ്യപ്പെട്ട തുക, പണത്തിൻ്റെ തുക എത്രയാണെന്നറിയോ? അത് നമ്മുടെ തലയിലേക്ക് കയറില്ല. 314 ലക്ഷം കോടി. ലക്ഷമല്ല, 314 ലക്ഷം കോടി രൂപ. ഒരു മാസം തന്നെ 30 ലക്ഷം കോടി രൂപയോളം ഈ UPI സംവിധാനത്തിലൂടെ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നു. ഇനി നമ്മുടെ അമേരിക്കക്കാരൻ്റെ താല്പര്യം, നമ്മുടെ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇനി എന്താണ് അമേരിക്കക്കാരൻ്റെ താല്പര്യം? അതായത് ഈ UPI സംവിധാനത്തിലെ പ്രധാന കളിക്കാരായിട്ടുള്ള കമ്പനികൾ, 2 പ്രധാന കമ്പനിയുണ്ട്. ഒന്ന് നിങ്ങൾക്കെല്ലാം അറിയാം, ഗൂഗിൾ പേ. 2 ഫോൺ പേ. ഫോൺ പേ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും, ഇത് ഇന്ത്യക്കാരൻ്റെ വല്ലതും ആണെന്ന്. അല്ല, അമേരിക്കൻ ഭീമനായ വാൾമാർട്ടാണ് ആ കമ്പനിയുടെ പിന്നിലുള്ളത്. ആ കമ്പനിയുടെ 74-75% ഷെയറും വാൾമാർട്ടിൻ്റെതാണ്. അങ്ങനെ അമേരിക്കൻ കമ്പനികളായ ഗൂഗിൾ പേയും ഫോൺ പേയും കൂടി ചേർന്നാൽ 80% മാർക്കറ്റ് അവരുടെ കയ്യിലാണ്. ബാക്കി അല്ലറ പേടിഎം, ഭീം എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങൾ ചെറിയ 1%, 2% നോക്കുക ഇവരുടെ താല്പര്യം. എന്താണ് നിർമ്മല സീതാരാമൻ കൊണ്ടുവന്ന ബില്ലിൽ വിഭാവനം ചെയ്യുന്നത്? ഏത് സമയത്ത് വേണമെങ്കിലും ഈ UPI ട്രാൻസാക്ഷനിൽ സർക്കാരിന് ഒരു നിരക്ക് ചുമത്താം. നമ്മളോട് എന്താ ഇവർ പറഞ്ഞത്? ഈ തോല കൊണ്ടുവരുന്നു, നമ്മളെ തുലയ്ക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞ്? നമ്മളെല്ലാം ഡിജിറ്റൽ മയത്തിലേക്ക് പോകണം,
ചുമ്മാ കറൻസി എണ്ണി സമയം കളയരുത്, നിങ്ങളുടെ കൈ എന്തിനാ വൃത്തികേടാക്കുന്നത് എന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമനും നരേന്ദ്രമോദിയാണ് വളരെ സുളുവിൽ, ആരും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ UPA എന്നുള്ള പേര് പോലും പറയാതെ, ഞാൻ പറഞ്ഞ പോലെ ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻഡ്മെൻറ്റ് ആർക്കെന്ത് മനസ്സിലാകാനാണ് എന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നത്. ഇനി ഇതിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. ഇവർ പറയുന്ന ന്യായീകരണമുണ്ട്. അതായത് കച്ചവടക്കാരുടെ മുകളിൽ ചുമത്തുന്നതിൻ്റെ പേരെന്താണ്? മർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ്, അതായത് MDR. അപ്പോൾ ഉടനെ നിർമ്മലാ സീതാരാമൻ പറയുക, ഇതെങ്ങനെ UPA വരിക്കാർക്ക് ബാധകം? ഇത് ഇത്ര വോളിയം, ഇത്ര തുകയ്ക്ക് മേൽ ഒരു വാർഷിക ഇടപാടുള്ള, അല്ലെങ്കിൽ ഇത്ര തുകയ്ക്ക് മേലുള്ള UPA ഇടപാട് നടത്തുന്ന ഒരു കച്ചവടക്കാരൻ്റെ മേലല്ലേ? കച്ചവടക്കാരെന്ന് പറയുന്നത് ആരാണ്? അവർ നമ്മുടെ ഭാഗമല്ലേ? അവരുടെ മുകളിലേക്ക് ഒരു അധിക ഭാരം ചുമത്തുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, അത് ഉപഭോക്താവിൻ്റെ മേലേക്ക് പോകില്ലേ? ഏതെങ്കിലും നികുതി ഉപഭോക്താവിൻ്റെ മേലേക്ക് പോകാത്തതുണ്ടോ? കച്ചവടക്കാർക്ക് കൊടുക്കുന്ന ഇളവുകളെല്ലാം ഉപഭോക്താവിന് കിട്ടണമെന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം GSTയിലൊക്കെ ഇളവ് പ്രഖ്യാപിച്ചപ്പോൾ എത്ര കച്ചവടക്കാരാണ്, എത്ര കമ്പനികളാണ് നമുക്ക് ആ ഇളവുകൾ കൈമാറി എന്നുള്ള കാര്യം നമുക്കറിയാം. പോട്ടെ, ഏതെങ്കിലും ഒരു ഭാരം ഉപഭോക്താവിന് കൈമാറാത്ത ഒരു സംഭവം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ദയവേത് ശ്രീ നിർമ്മലാ സീതാരാമൻ, നിങ്ങൾ ഇത്തരം ന്യായീകരണങ്ങളുമായിട്ട് വരരുത്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് UPI. NBCI രൂപീകരിക്കുന്ന സമയത്ത് നിങ്ങളെന്താ പറഞ്ഞേ? എല്ലാ ജനങ്ങൾക്കും സൗജന്യമായിട്ട് വിനിമയം നടത്താൻ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറാൻ വേണ്ടി ലാഭരഹിതമായൊരു സംവിധാനം ഇതാ ഇന്ത്യ സർക്കാരിൻ്റെ, അതായത് RBIയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് പടർന്ന് പന്തലിച്ച് ഇത് വലിയൊരു സ്വർണ്ണക്കനിയായി എന്ന് കണ്ടപ്പോൾ നിങ്ങൾ വള്ളവും വലയായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഡൊണാൾഡ് ട്രംപിൻ്റെ താല്പര്യം പറഞ്ഞല്ലോ. ഇതേ പരിപാടി ബ്രസീലിൽ അമേരിക്ക പയറ്റിയിരുന്നു. ബ്രസീൽക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ പിക്സ്, അതായത് നമ്മളെപ്പോലെ UPAയുടെ മുകളിൽ ചാർജ് ഉൾപ്പെടുത്തണമെന്ന്. അപ്പം ബ്രസീൽ പറഞ്ഞത് പറ്റില്ല എന്ന് പറയുന്നു. അപ്പം എന്ത് ചെയ്തു നിങ്ങൾ? അമേരിക്കക്കാരും ബ്രസീലിനെ പീഡിപ്പിക്കാൻ വേണ്ടി ബ്രസീലിൻ്റെ മുകളിൽ എന്ത് ചെയ്തു? അധിക ചുങ്കം ചുമത്തി. നോക്കുക എത്രത്തോളം തൽപരരാണ് ഈ അമേരിക്കൻ കമ്പനിക്കാരെന്ന് നിങ്ങൾ നോക്കുക. അതുകൊണ്ട് ഇത് വലിയ കൊള്ളയാണ് ഈ കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പതുങ്ങിയിരിക്കുകയാണ് ഇവർ. പതുങ്ങിയിരിക്കുന്നത് ഒരു കടുവ പതുങ്ങിയിരിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ തന്നെ വിലക്കയറ്റം കൊണ്ട്, തൊഴിലില്ലായ്മ കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളെ അവരുടെ ഏറ്റവും ദുർബലമായ അവസ്ഥയിൽ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഉൾപ്പിരിവുകളും മറ്റു വശങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതാണ്. പക്ഷേ എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ, മുഖ്യധാര മാധ്യമങ്ങൾ എത്ര കണ്ട് നിർമ്മലാ സീതാരാമനെയും മോഡിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇത് തുറന്നിടുന്ന വലിയൊരു ഭീഷണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾ അറിഞ്ഞിരിക്കും, അറിയണം.